IPL-ൽ മികച്ച ഫോമിൽ കളിച്ചു മുന്നേറുകയാണ് രാജസ്ഥാൻ റോയൽസ്. 2008-ലെ പ്രഥമ സീസൺ IPL-ൽ കിരീടം ചൂടിയതിനു ശേഷം ഇതുവരെ ട്രോഫികൾ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ലാത്ത റോയൽസ് ആ കാത്തിരിപ്പ് ഇത്തവണ അവസാനിപ്പിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. നിലവിൽ 10 കളികളിൽ 16 പോയിന്റ് നേടിയിട്ടുള്ള രാജസ്ഥാൻ പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് തൊട്ടരികിലാണ്. അടുത്ത കളിയിൽ വിജയിക്കാൻ സാധിച്ചാൽ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കാനാകും. മികച്ച ഫോമിൽ മുന്നോട്ടു പോകുമ്പോഴും പ്ലേയിങ് 11ന്റെ കാര്യത്തിൽ രാജസ്ഥാൻ ഒരു വമ്പൻ റിസ്ക് ആണ് എടുക്കുന്നതെന്ന തരത്തിൽ ചില കാര്യങ്ങൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്ലേ ഓഫിന് മുൻപ് ഈ ഒരു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ റോയൽസിന് പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ആരാധകരും ചൂണ്ടിക്കാട്ടുകയാണ്. രാജസ്ഥാൻ റോയൽസ് മാറി ചിന്തിക്കേണ്ടത് പ്രധാനമായും ബോളിംഗിന്റെ കാര്യത്തിൽ തന്നെയാണെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. നിലവിൽ 5 ബോളർമാർക്ക് മാത്രം ഓവറുകൾ നൽകുന്ന സ്ട്രാറ്റജിയാണ് രാജസ്ഥാൻ റോയൽസ് പുറത്തെടുക്കാറുള്ളത്. ഇമ്പാക്ട് പ്ലെയറെ അടക്കം കൂട്ടുമ്പോൾ 5 സ്പെഷ്യലിസ്റ്റ് ബോളർമാരുമായിട്ടാണ് രാജസ്ഥാൻ കളിക്കുന്നത്. ഈ സ്പെഷ്യലിസ്റ്റ് താരങ്ങൾ മാത്രമാണ് പന്തെറിയാൻ എത്തുന്നത്. ഇവരിൽ ഒരാൾക്ക് മോശം ദിനമാണെങ്കിൽ കൂടി ഇതേ താരങ്ങളുമായി 20 ഓവർ പൂർത്തിയാക്കാനാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും ശ്രമിക്കുന്നത്. ഇതൊരു വലിയ റിസ്ക് തന്നെയാണ്. IPL പ്ലേ ഓഫിലേക്ക് നീങ്ങുമ്പോൾ 5 ബോളിംഗ് ഓപ്ഷനുകൾ മാത്രമായി കളിക്കുന്നത് പണി ക്ഷണിച്ചു വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഒന്നുകിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബോളറെ കൂടി കളിപ്പിക്കാൻ രാജസ്ഥാൻ തയ്യാറാകണം. ഇങ്ങനെ വരുമ്പോൾ പ്ലേയിങ് 11-ലടക്കം അഴിച്ചുപണി വേണ്ടിവരും. അല്ലെങ്കിൽ നിലവിൽ ടീമിലുള്ള പാർട്ട് ടൈം ബോളർമാരെ കൊണ്ട് 1-2 ഓവറുകൾ ചെയ്യിക്കാൻ സഞ്ജു തയ്യാറാകണം. 2 മികച്ച പാർട്ട് ടൈം ബോളർമാർ റോയൽസിൽ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11-ലെ പ്രധാനിയായ റോമാൻ പവൽ ഒരു മികച്ച പാർട്ട് ടൈം ബോളർ കൂടിയാണ്. വെസ്റ്റ് ഇൻഡീസിൽ കളിക്കുമ്പോൾ പന്തെറിയാറുള്ള പവലിനെ അടുത്ത കളിയിൽ ബോളിംഗിൽ പരീക്ഷിക്കാൻ സഞ്ജു തയ്യാറാകണമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ഈ നീക്കം ക്ലിക്കായാൽ രാജസ്ഥാൻ അത് വലിയ നേട്ടം നൽകുമെന്ന് ഉറപ്പാണ്. റിയാൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസിൽ ലഭ്യമായിട്ടുള്ള മറ്റൊരു മികച്ച പാർട്ട് ടൈം ബോളർ. T20 കരിയറിൽ 108 കളികളിൽ 41 വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുള്ള പരാഗിന്റെ എക്കണോമി 7.23 മാത്രമാണ്. ഇന്നിംഗ്സിന്റെ മധ്യത്തിൽ 1-2 ഓവറുകൾ എറിഞ്ഞുമാറാൻ പരാഗിന് സാധിക്കും. IPL കരിയറിൽ മൊത്തം 163 പന്തുകൾ എറിഞ്ഞിട്ടുള്ള പരാഗ് 4 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. ഈ സീസണിൽ ബോളിംഗിൽ അദ്ദേഹത്തെ കാര്യമായി ആശ്രയിക്കാൻ സഞ്ജു സാംസൺ തയ്യാറായിട്ടില്ല. ആകെ 1 ഓവർ മാത്രമാണ് പരാഗിന് ഇക്കുറി ലഭിച്ചിട്ടുള്ളത്. നിലവിൽ 2024 സീസൺ IPL-ന്റെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ്. 10 കളികളിൽ 8 വിജയവും 2 തോൽവികളുമുള്ള ഇവരുടെ അക്കൗണ്ടിൽ 16 പോയിന്റാണുള്ളത്. 2 കളികൾ മാത്രമാണ് ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസ് തോറ്റത്. ഈ 2 മത്സരങ്ങളും അവസാന പന്തിലേക്ക് നീണ്ട ത്രില്ലറുകളായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയായിരുന്നു റോയൽസിന്റെ അവസാന കളിയും പരാജയവും. 1 റണ്ണിനാണ് സഞ്ജുപട ഈ മത്സരം അടിയറവ് വെച്ചത്. ചൊവ്വാഴ്ച ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് രാജസ്ഥാന്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത്.